മുത്തണിലെ നമസ്കാരം കേട്ടാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഓണപ്പരിപാടിക്ക് വളമ്പാൻ പോയി കേട്ടാ. നമ്മളൊരു ചങ്ങായി വിളിച്ചു പറഞ്ഞിട്ട് ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടോ വെച്ചാൽ ഒരു പരിപാടി ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ ഒരു 15 ആളെ സെറ്റാക്കുക, നമുക്കൊരു ഓണാഘോഷ പരിപാടി ഉണ്ട്, അതിന് വളമ്പാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ അപ്പം അങ്ങനെ 15 ആളെയും സെറ്റാക്കി നമ്മൾ ചങ്ങായിമാരെ സെറ്റാക്കി നേരെ വിട്ടിട്ടാ. നിലമ്പൂറുകാരുടെ പരിപാടിയായിരുന്നു കേട്ടോ. അത് അടിപൊളി സെറ്റ് പരിപാടി, നല്ല ആൾ കൊണ്ടതിന് നല്ല അടിപൊളി സ്റ്റേജ് പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയായിട്ട് നമ്മളെ പരിപാടി തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി ടീഷർട്ടൊക്കെ തന്നിരുന്നവർ. അപ്പോൾ നമ്മൾ ടീഷർട്ടെല്ലാം ഇട്ട് സെറ്റായിരുന്നു, വേറെ ഒന്നും നോക്കാൻ തന്നില്ല. അങ്ങനെ ഓരോരാളായിട്ട് ഓരോരോ വഴിക്കേ തുടങ്ങി. പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടിക്ക് വളമ്പാൻ പോകുന്നത്. ഓണസദ്യ കഴിക്കാൻ പോയി എന്നല്ലാണ്ട് വളമ്പാൻ പോയിട്ടാട്ടോ, ഇത് ആദ്യമായിട്ടാണ്. പക്ഷേങ്കിൽ വിചാരിച്ച പോലല്ല, നല്ല സെറ്റായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളിലും ഉണ്ട് കേട്ടോ. വിചാരിച്ചതിനെക്കാട്ടിയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല ഒരു 1000 ആൾക്കാരൊക്കെ പരിപാടി എന്നെല്ലാം പറയുമ്പോൾ വേറെ ലെവലായിരുന്നു. ആൾക്കാർ എണീക്കുന്നു പോകുന്നു വരുന്നു, അതിങ്ങനെ വളമ്പി സെറ്റാക്കുന്നെല്ലാം പറയുമ്പോഴല്ല കാണാൻ നല്ല രസമായിരുന്നു. അത് പോയിട്ടാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിഞ്ഞ് എന്ത് തന്നെയാലും പ്രശ്നമായിട്ട് അടിപൊളിയായിരുന്നു. നല്ല മാവേലിയിൽ ഇരുന്ന് അടിച്ച് മാറുന്നതാണ് സെറ്റ്. മാവേലിയും കാര്യങ്ങളിലായിരുന്നു, നല്ല അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്ത് തന്നെ ആയാലും ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റേജിലെ പരിപാടിയും കാണാം കേട്ടോ. ആ ഒരു സെറ്റപ്പിലായിരുന്നു അവിടെ സെറ്റാക്കിയത്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവർ ഗസ്റ്റായിട്ട് ഉണ്ടായത് വെച്ചാൽ നമ്മളെ ആര്യാടൻ ഷൗക്കത്തായിരുന്നു കേട്ടോ, MLA. നിലമ്പൂറുകാരെ പരിപാടിയല്ലേ, അപ്പോൾ നിലമ്പൂരിൻ്റെ മുത്തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മൂപ്പറയും കണ്ട് എല്ലാവരും അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഉഷാറായി പരിപാടിയെല്ലാം ആഘോഷിച്ച് നമ്മളെ ടീമെല്ലാം സെറ്റായി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് അടിപൊളിയായി. അങ്ങനെ ഞാനും കഴിച്ചിട്ട് ഓണസദ്യ, അതായത് ഈ വർഷത്തെ 9ാമത്തെ ഓണസദ്യയും ആടെ ഞാൻ കഴിച്ച്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി പരിപാടിയെല്ലാം കണ്ട് കുറേ സമാടി ഇരുന്ന് കേട്ടോ. പരിപാടി കണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് മെല്ലെ എണീച്ചിട്ട് നമ്മൾ വിട്ടുവിട്ടാ, റൂമിലേക്ക് പോയി. അങ്ങനെ ഇനി ഇത് കണക്കത്തെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചോട്ടാ, നമ്മ വരാൻ തയ്യാറാണ്. നമുക്ക് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്തുണ്ടെങ്കിൽ വിളിച്ചോ, നമ്മൾ സെറ്റാണ്. അപ്പം എല്ലാം പറയണൊക്കെ തന്നെ. ഓക്കെ, സെറ്റ്.